എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാഫ് ഇൻ ഇയർ ഡിസൈൻ വയേർഡ് ഇയർഫോണിൽ നോക്കുന്നവർക്ക് മേടിക്കാൻ സാധിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് ബോട്ടിന്റെ ബേസ്സെഡ്സ് 104ഉം 105ഉം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ട് ബേസ്സെഡ്സ് 105 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോട്ടിൻ്റെ ലോഗോയും കൂടാതെ സൂപ്പർ എക്സ്ട്രാ ബേസ് എന്നും ബേസ്സെഡ്സ് 105 എന്നും ബോട്ടിൻ്റെ ലോഗോയും കാണാൻ സാധിക്കും. രണ്ട് സൈഡിലും ബോട്ടിൻ്റെ ലോഗോയാണ്. പിറകിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ബേസ്സെഡ്സിൻ്റെ ആ ഒരു ഡിസൈൻ ഇവിടെ കുറച്ച് ട്രാൻസ്പെറൻറ്റ് ഭാഗത്ത് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായി ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇതേ ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ്. എന്തായാലും ഇയർഫോണിൻ്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഒരു ബോട്ട് ഹെഡിൻ്റെ സ്റ്റിക്കറും കൂടാതെ ഒരു യൂസർ ഗൈഡും പിന്നെ ഒരു വാറണ്ടി കാർഡുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർഫോൺ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു ഹാഫ് ഇൻ ഇയർ ഡിസൈനാണ്. 13mm ഡ്രൈവേഴ്സാണ് ഈ രണ്ട് ഇയർബഡുകളിലും ലഭ്യമാകുന്നത്. ഒരു ഹാഫ് ഇൻ ഇയർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എന്തായാലും വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു കംഫർട്ട് ആണെങ്കിലും വേറെ പ്രശ്നമൊന്നും ഇല്ല. ഫിസിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ഇയർബഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഹാഫ് ഇൻ ഇയർ അറിയാലോ, ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും താഴെയുള്ള ഈ ഇയർബഡുകളായിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന വയേഴ്സ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് വയേഴ്സാണ്. റബ്ബർ മെറ്റീരിയലാണ് പൊതിഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ കൺട്രോൾ ബട്ടൺ ഉണ്ട്. ഈ ഒരു കൺട്രോൾ ബട്ടൺ നമുക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ മൈക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷമുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വയേഴ്സ് എന്ന് പറയുന്നത് ബ്രൈഡഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായി പോകാനൊക്കെ ചാൻസസ് വളരെ കുറവാണ്. ഇനി ഏറ്റവും താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3.5mm ഒരു ഗോൾഡ് പ്ലേറ്റഡ് ജാക്കും ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് സ്പിരിറ്റ് ലൈം എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഇഗ്വാന എന്നിങ്ങനെ 4 കളേഴ്സിലും ലഭ്യമാകും. 399 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് പലപ്പോഴും ഇത് ഓഫർ സമയങ്ങളിൽ 349 രൂപയ്ക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇതിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ മാർച്ച് 2021 അതുപോലെ തന്നെ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയുമാണ്. അതേപോലെ തന്നെ വാറണ്ടി 1 വർഷവും. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 999 രൂപയാണ്. എന്തായാലും അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു മീറ്ററിന് മുകളിൽ നമുക്ക് എന്താ പറയുക ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈവൻ നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്തും പോക്കറ്റിൽ മൊബൈൽ ഇട്ടിട്ട് നമ്മൾ ജോഗ് ചെയ്യുമ്പോഴും അങ്ങനെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും പെർഫെക്റ്റ് ആണ്. പൊതുവെ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ വാങ്ങിക്കുന്നതിന് ഒറ്റ റീസൺ തന്നെ നമുക്ക് പാട്ട് കേൾക്കുകയും വേണം, അതേപോലെ തന്നെ സറൗണ്ടിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയും വേണം. അങ്ങനെയുള്ളവരാണ്. ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പാട്ടും എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് ബേസ്സെഡ്സ് 105 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ഈ ഒരു 105 നമ്മൾ കോളിംഗ് പർപ്പസിന് വേണ്ടി മേടിക്കുവാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? അത് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാഫ് ഇൻ ഇയറിൽ ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 105 പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇംപെഡൻസ് റേറ്റ് നോക്കുവാണെങ്കിൽ 16 ohm ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ബേസ് കുറച്ച് ഡോമിനേറ്റഡ് തന്നെയായിരിക്കും ഈ പ്രോഡക്റ്റിൽ എന്നുള്ളത്. എന്നാൽ ഹാഫ് ഇൻ ഇയർ വേണം, ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് നോക്കാവുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു 105 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കാനായിട്ട് പെർഫെക്റ്റ് ആണ്. അതേപോലെ തന്നെ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും കുറച്ചൊരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് തന്നെയാണ് കേൾക്കുന്നത്. എപ്പോഴും ഞാൻ കേട്ടൊക്കെ നോക്കുന്നത് ഏക്കൻ്റെ ബർത്ത് മാർക്കൊക്കെയാണ്. അതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബേസ് ഉള്ള സോങ്ങുകളാണ്. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു ബേസ് അറിയാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ആദ്യം വേണ്ടത്. കാരണം പൊതുവേ മറ്റുള്ള ചില ഇയർഫോണുകളിലൊക്കെ ഒരു ഹാഫ് ഇൻ ഇയറിൽ നോക്കുമ്പോഴത്തേക്ക് ബേസ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ ഒരു വോക്കൽ അല്ലെങ്കിൽ ആ സ്റ്റീരിയോ മാത്രമായിരിക്കും. എന്നാൽ ഇവിടെ അത് മാത്രമല്ല, ഒരു മോണോ
പ്ലസ് സ്റ്റീരിയോ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ടാണ് ലഭ്യമാകുന്നത്. എന്നാൽ കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബേസ്ഹെഡ്സ് 105നെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.